ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ സ്റ്റിക്കി നോട്ട്സിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇതാണ് സ്റ്റിക്കി നോട്ട്സ് എന്ന് പറയുന്നത്. ഗായ്സ് നല്ല കളർഫുൾ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസസ് എന്താണെന്ന് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നമുക്ക് അതിൻ്റെ യൂസസിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. ഗൈസ്, ഇതിൻ്റെ ഫസ്റ്റ് ഒരു യൂസ് എന്ന് വെച്ചാൽ ഇതൊരു റിമൈൻഡർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഡെയിലി ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണ് എല്ലാവരും. ഹസ്ബൻഡായാലും വൈഫായാലും ജോലിക്കും, കുട്ടികൾ സ്കൂളിൽ പോകും. അപ്പോൾ നമുക്കിപ്പോൾ കുട്ടികളുടെ അടുത്ത മാസം ഫീസ് അടയ്ക്കുന്ന ഡേറ്റ് ഉണ്ടാവും, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്ന ഡേറ്റ് ഉണ്ടാവും, ട്യൂഷൻ ഫീസ് അടയ്ക്കാണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരാളായിട്ട് എഴുതിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ കബോർഡിലോ അവിടെയൊക്കെ ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി നമ്മളിത് പോകുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഇത് അടയ്ക്കാണ്ടല്ലേ. ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് കണ്ടില്ലേ, വൈഫ് കാണും അല്ലെങ്കിൽ കുട്ടികൾ കാണും. അപ്പോൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മളത് മറക്കാൻ സാധ്യതയില്ല. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഡെയിലി അപ്പോയിൻമെൻറ്റ്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഒന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈസി ഹാൻഡി ആയിട്ടൊരു സംഭവമാണ്. കാര്യം നമുക്ക് മൊബൈലിലൊക്കെ വേണമെങ്കിൽ റിമൈൻഡർ ഇടാം, മെസ്സേജൊക്കെ ഇടാം. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണും, ചിലപ്പോൾ മറന്നു, ചിലപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രായക്കാർക്ക്, നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ വലിയവർക്കാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സിമ്പിളായിട്ട് ഹാൻഡി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ്. നമ്മൾ സ്റ്റിക്കി നോട്ട്സ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വലിയ സംഭവമൊന്നുമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ വലിച്ച് വാരി എഴുതരുത്. ഭയങ്കര സിമ്പിളായിട്ട് എഴുതുക, ലെജിബിളായിട്ട് എഴുതുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാവണം. കുറച്ചും കൂടി ഒരു ബ്ലാക്കോ അങ്ങനെ കുറച്ചും കൂടി നല്ല ഇത്തിരി വലുതാക്കി എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് വളരെ സിമ്പിളായിട്ട് എഴുതണം. അതൊക്കെയാണ് ചെറിയ കുട്ടി കുട്ടി കാര്യങ്ങളാണ്. ഇതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ റിമൈൻഡറായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഡു ലിസ്റ്റ് എന്ന് നമുക്ക് പറയാം. അതായത് നമുക്ക് ഡെയിലി നമുക്കിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. നമ്മൾ വർക്കിംഗ് വുമണൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ മറന്നു പോകും. ചിലപ്പോൾ നമുക്ക് ഒരു ദിവസമൊക്കെ ആയിരിക്കും ഓഫ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസമായിരിക്കും നമുക്ക് കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പിള്ളേരെ കൂടെ നടന്ന് ചിലപ്പോൾ അതൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു കുട്ടി പേപ്പറിൻ്റെ ഈ സ്റ്റിക്കി നോട്ട്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ പ്രയോറിറ്റീസ് അനുസരിച്ച്, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവർ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ ഒരു പ്രയോറിറ്റി ആയിരിക്കില്ല അടുത്ത ഒരാൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ പേപ്പർ എടുത്തിട്ട് ഇന്നത്തെ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയേക്കുന്ന ഒരു ടു ഡു ലിസ്റ്റാണ്. ഇതിനകത്ത് ഫസ്റ്റ് ഞാൻ പറഞ്ഞ ബൈ ഗ്രോസറീസ്. എനിക്ക് ഷോപ്പിൽ പോയിട്ട് ഗ്രോസറീസ് മേടിക്കാണ്ട്, സ്കൂൾ ഫീസ്, കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാണ്ട്, വാട്ടർ പ്ലാന്റ്സ്, ഇപ്പോൾ എനിക്ക് വെള്ളം ഒഴിക്കണം, ചെടികൾക്ക് ഒക്കെ വെള്ളം ഒഴിക്കാണ്ട്, പിന്നെ അപ്ലോഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ട്. അപ്പം നമ്മുടെ പ്രയോറിറ്റീസ് അനുസരിച്ച് നമ്മുടെ മുൻഗണനകൾ ഉണ്ടാവില്ല, ഓരോരുത്തരുടെയും മുൻഗണന അനുസരിച്ച് ഇത് എഴുതുക. പിന്നെ ഇത് ലാസ്റ്റ് നമുക്ക് കിടക്കുന്നതിന് മുൻപ് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇതെല്ലാവരും നമ്മളിത് ഫിനിഷ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യുന്നതനുസരിച്ച് വേണമെങ്കിൽ നമുക്കത് സ്ട്രൈക്ക് ചെയ്ത് പോവാം. അപ്പോൾ നമ്മുടെ ഒരു ദിവസം ഓർഗനൈസ് ചെയ്യാൻ സഹായിക്കുന്ന വളരെ ചീപ്പി ഹാൻഡി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഒരു കൊച്ചു കൂട്ടുകാരെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീവ് ദ മെസ്സേജ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ജോലിക്കൊക്കെ പോയിട്ടുണ്ടാവും, കുട്ടികൾ സ്കൂളിൽ നിന്ന് വരും. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഒരു പ്ലംബർ വിളിക്കാണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവരാരെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിളിക്കാണ്ടെങ്കിൽ നമുക്കിങ്ങനെ മെസ്സേജ് ഇങ്ങനെ എഴുതി വെച്ചിട്ട്, അതായത് ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ടിലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞി പേപ്പറിൽ നമുക്കിങ്ങനെ എഴുതി വെച്ചിട്ട് പോവാം. ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ ദ പ്ലംബർ. അതായത് അങ്ങനെ എഴുതി വയ്ക്കുക, പ്ലംബറിനെ വിളിക്കാൻ മറക്കരുത്, വേണമെങ്കിൽ അയാളുടെ ഫോൺ നമ്പർ എഴുതി വെച്ച് കൊടുക്കുക. അപ്പോൾ കുട്ടികൾ വരുമ്പോൾ എന്തായാലും അവർ ഫ്രിഡ്ജ് എന്തായാലും കുട്ടികൾ തുറക്കാൻ സാധ്യതയുണ്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫോണിലും കൂടി മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവരെന്തായാലും ഓർക്കും, അപ്പോൾ അത് വിളിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്നിട്ട് ഇപ്പോൾ അടുത്ത വീട്ടിലുള്ള ഒരു ചേച്ചിയുടെ എന്തൊരു സാധനം മേടിക്കാണ്ട് അപ്പോൾ ഇങ്ങനെ എഴുതി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ കുഞ്ഞി പേപ്പറിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ ആ കുട്ടികളത് മറക്കാതെ അത് ചെയ്തോളും. ഇപ്പോൾ കുട്ടികളോട് പറയാണ്ട്, ഇപ്പോൾ അതേ മോനെ അവിടെ കുറച്ച് വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട്, അതെന്തായാലും ഒന്ന് വിരിച്ചിടാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. വലിയ സംഭവമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത് ഇത് ഇത്ര വലിയ സംഭവമാണ്, ഇതൊരു വീഡിയോ എടുക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ തോന്നാം. പക്ഷെ കുഞ്ഞു സംഭവമാണെങ്കിൽ പോലും ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഇതൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ദിവസം ഭയങ്കരമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ചെയ്യുന്നൊരു സംഭവമാണ്.
അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മറ്റേ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടിവേഷണൽ കോഡ്സ് നമുക്കറിയാം. കുട്ടികളൊക്കെ ഉള്ള വീടുകൾ, ഞാൻ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരായാലും ഇത് യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ, നമ്മുടെ ഒരു വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും അവരുടെ സ്റ്റഡി ടേബിൾ, എപ്പോഴും നമ്മൾ പറയാറില്ലേ, നമ്മുടെ ഒരു മനസ്സ് എങ്ങനെയാണ് അതുപോലെ ആയിരിക്കും നമ്മുടെ വീട്, നമ്മുടെ പരിസരം എന്ന്. അപ്പോൾ അത് എപ്പോഴും പോസിറ്റീവായിരിക്കും, നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് കുട്ടികളുടെ സ്റ്റഡി ടേബിളിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ മോട്ടിവേഷണൽ കോഡ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ അതെ, ഞാനിങ്ങനെ എഴുതിയിരിക്കുന്നതാണ്, ഒരു ചെറിയൊരു ഇതാണ്. ഇതിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്നത് ഡ്രീം ബിഗ്. അതായത് വലിയൊരു സംഭവമല്ല, ഞാൻ പറയില്ല ഒത്തിരി വലിച്ചു വാരി നീട്ടി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഡ്രീം ബിഗ് ഇങ്ങനെ കുഞ്ഞൊരു പേപ്പറിൽ എഴുതി തരിക, കുട്ടികളുടെ സ്റ്റഡി ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ പിന്നെ വേറെ ഒരെണ്ണം ഗൈസ്, കണ്ടോ, ഡോണ്ട് ഗീവ് അപ്പ്. അത് ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും, ഇതൊക്കെ വലിയ കാര്യമാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും കുട്ടികളുടെ ഒത്തിരി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ സ്റ്റഡി ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ അവർ എന്തായാലും പഠിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് അവർ പോലും അറിയാതെ, ഇതിൻ്റെ കളേഴ്സ് ഇത്ര ഫ്ലൂറസൻ കളറായതുകൊണ്ട് അവരുടെ ബ്രെയിൻ പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്യും. അപ്പോൾ അവർ ഡെയിലി ഇത് കാണുമ്പോൾ അവർ പോലും അറിയാതെ അവരത് ഇൻസ്പയർ ചെയ്യുന്നുണ്ടാവും. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മുടെ സ്റ്റഡി ടേബിൾ, കുട്ടികളുടെ സ്റ്റഡി ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് നമ്മളിങ്ങനെ ചില പോസിറ്റീവായിട്ടുള്ള നോട്ട്സ് എഴുതി വയ്ക്കുകയാണെങ്കിൽ അവർക്ക് പഠിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഗൈസ്, അടുത്തൊരു യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീൽ പ്ലാനറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പ്ലാൻ ഉണ്ടാവില്ല, പ്ലാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഒരു പേപ്പറിൽ ഇതേമാതിരി തന്നെയുള്ള ഒരു സ്റ്റിക്കി നോട്ട്സിൽ നമ്മൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്കത് ഒത്തിരി ഉപകാരമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് അതാണ്, ഇപ്പോൾ രാവിലെ ഉപ്പുമാവാണ്, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് ഇതാണ് കറി. അങ്ങനെ നമ്മളൊരു പ്ലാൻ ചെയ്ത് തലേ ദിവസം ഇതിനകത്ത് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് നോക്കിയാൽ മതി ഗൈസ്, ഓപ്പ് ഇതാണല്ലേ. നമ്മളിങ്ങനെ ഒരുപാട് സമയം നമ്മുടെ വേസ്റ്റ് ആവരുത്. ഇതൊരു ടൈം സേവിങ് ആണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഒത്തിരി സമയം നമുക്ക് കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പെട്ടെന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് അയ്യോ ഇനിയിപ്പോൾ അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് ആലോചിച്ച് അത് സമയം കളയണ്ട. നമ്മൾ തലേ ദിവസം ഇതിങ്ങനെ ഒരു പ്ലാൻ ഇങ്ങനത്തെ എഴുതി ഇങ്ങനെ വെച്ച് നമ്മുടെ കിച്ചണിൻ്റെ വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പിടിപിടി ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ടൈം വേസ്റ്റ് ആവുന്നില്ല. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളൊരു യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ വീട്ടിൽ പല കേബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും, വയറുകൾ. അപ്പോൾ ഒരു പ്ലഗിൽ തന്നെയായിരിക്കും അല്ലെങ്കിൽ ഒരു സോക്കറ്റിൽ തന്നെയായിരിക്കും നമ്മൾ 3-4 കേബിളുകൾ ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കിടക്കണം, നമ്മൾ കേബിൾ ഇങ്ങനെ അലങ്കോലമായിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ നമുക്കത് എന്താണ്, നമുക്കത് മാറിപ്പോകാൻ സാധ്യത, നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ്. അപ്പോൾ നമ്മൾ ഓരോ കേബിളുമേ ഇത് എന്തിൻ്റെയാണ്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇത് ഓവൻ്റെ കേബിളാണ്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു കെറ്റിൽ തിളപ്പിക്കണ കെറ്റിലിൻ്റെ കേബിളാണ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ സ്റ്റിക്കി നോട്ട്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറിപ്പോവില്ല. അപ്പോൾ അത് ഞാൻ എനിക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഗൈസ് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ നമുക്ക് ഡെയിലി സാധനം, ചിലപ്പോൾ നമ്മൾ മന്ത്ലി ആയിരിക്കും സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത്, ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം ഒഴിവുള്ളപ്പോഴായിരിക്കും നമ്മൾ ഫാമിലിയുടെ ഒപ്പമായിരിക്കും അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. കാര്യം നമ്മൾ മൊബൈലിലൊക്കെ എഴുതി വയ്ക്കുകയായിരിക്കും, പക്ഷേ ഇതാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈ ഹാൻഡി ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ടും കുറച്ചും കൂടി നമുക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയേക്കണേ. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കുക എന്നുള്ളത് ഇപ്പോൾ ഞാൻ കണ്ട ജസ്റ്റ് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഞാൻ പറയും ഇങ്ങനെ ഒരു കുഞ്ഞി പേപ്പറിൽ എടുത്തിട്ട് ഞാൻ ഇരിക്കുന്ന മിൽക്ക് ഉണ്ട്, ഷുഗർ ഉണ്ട്, ബ്രെഡ്, കോക്കനട്ട് ഓയിൽ, ചിക്കൻ, എഗ്ഗ്, ബിസ്ക്കറ്റ്, ഷാമ്പു, ഇതിപ്പോൾ എനിക്ക് മേടിക്കേണ്ട സാധനങ്ങളുടെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ എഴുതിയതാണ്. ഈ സംഭവം നമ്മളിങ്ങനെ എഴുതിയിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫോണുമേ പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതുകൊണ്ട് നമ്മൾ പോവാണെങ്കിൽ നമ്മൾ ഒരു കാര്യം മറന്നു പോവില്ല. നമ്മൾ മൊബൈലിൽ എഴുതി വെച്ചാൽ ഇപ്പം നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെച്ചാൽ പോലും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മറന്നിട്ടായിരിക്കും തന്നെ. കാരണം നമ്മൾ എല്ലാ ദിവസവും ഷോപ്പിങ്ങിന് എന്തായാലും പോകില്ല, നമുക്ക് ഒരു ദിവസം ഓഫ് കിട്ടുന്ന ദിവസമായിരിക്കും നമ്മൾ ചിലപ്പോൾ ഷോപ്പിങ്ങിന് പോകണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓർത്ത് എടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലത് മറന്നു പോകാൻ സാധ്യത. ചിലപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും നമ്മൾ മറന്നു, പിന്നെ അതിന് വേണ്ടി വീണ്ടും പോകണം. അപ്പോൾ നമ്മൾ അത്ര ടൈം വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ടൈം സേവിങ് ആയിട്ട് സംഭവം. ഇങ്ങനെ നമ്മളൊരു ഒരു സ്റ്റിക്കി നോട്ട്സിൽ ഇങ്ങനെ എഴുതിയിട്ട് ഇത് നമ്മളിങ്ങനെ നമ്മുടെ മൊബൈലിൻ്റെ ഫ്രണ്ടിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കിതനുസരിച്ച് ഇതിപ്പോൾ നമ്മളൊന്നും മറക്കില്ല, ഒരെണ്ണം പോലും മറക്കാതെ നമുക്ക് ആ സാധനം മേടിച്ചുകൊണ്ട് വരാൻ സാധിക്കും. അപ്പോൾ അതാണ് അടുത്തൊരു യൂസ് എന്ന് പറയുന്നത്. ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത്, കണ്ട ഇങ്ങനെ മൊബൈലിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരു ദിവസം വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മളൊന്നുപോലും മറന്നു പോകാതെ മേടിച്ചുകൊണ്ട് വരും.
സംഭവങ്ങളാണ് കോമൺ ആയിട്ട് നമുക്ക് ഫാമിലീസിന് വേണ്ടിയിട്ടുള്ള യൂസസ്. ഞാൻ കോമൺ ആയിട്ടുള്ളത് ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞു റിമൈൻഡറായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ടു ഡു ലിസ്റ്റ്, അതായത് ഒരു ദിവസത്തെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓർഡറായിട്ട് എഴുതി അത് പ്രയോറിറ്റൈസ് ചെയ്ത് 1 by 1 എഴുതുകയാണെങ്കിൽ നമുക്ക് ഒന്നുപോലും നമ്മൾ മറക്കാതെ നമ്മൾ ടൈം സേവ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഒരു ദിവസം നമുക്ക് വളരെ ചിട്ടയോടുകൂടി കാര്യങ്ങൾ ചെയ്തു പോകാം. അതാണ് അടുത്തൊരു ഗുണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ലീവ് ദ മെസ്സേജ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും കുട്ടികളോട് മോനെ ആ വാഷിംഗ് മെഷീനിൽ തുണിയൊന്നും ഒന്ന് വിരിച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ എന്നിട്ട് അവിടെ എന്തെങ്കിലും മെഷീൻ ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്, അത് ഇത്ര സമയം കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ അതൊന്ന് ഓഫാക്കണം. അങ്ങനെ എന്തെങ്കിലും കുട്ടി കുട്ടി കാര്യങ്ങളായിരിക്കും ഗായ്സ്. പക്ഷേ ഇത് നമ്മളൊന്ന് മെസ്സേജായിട്ട് നമ്മൾ സ്ഥിരം ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്റ്റിക്കി നോട്ട്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാം അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛനെ എഴുതി വെച്ചേക്കുന്നു, അപ്പോൾ അവരെന്തായാലും അത് ശ്രദ്ധിച്ചോളും. അതാണ് ഒരു യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മളൊരു മോട്ടിവേഷണൽ കോഡ്സ്, അതായത് മോട്ടിവേഷണലായിട്ടുള്ള ചില വേർഡ്സുകളൊക്കെ നമ്മൾ എഴുതി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ കൂടിയും ചിലപ്പോൾ നമ്മൾ ആ കുട്ടികൾക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് നമ്മളൊരു മീൽ പ്ലാൻ, നമ്മുടെ ഒരു ദിവസത്തെ ഫുഡിൻ്റെ എന്തൊക്കെയാണ് മെനു അത് നമ്മളിങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കത് ഒട്ടും ടൈം വേസ്റ്റ് ആക്കാതെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തു പോകാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ ഒരു കേബിളൊക്കെ ലേബിൾ ചെയ്യണ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ വാങ്ങിക്കേണ്ട സാധനങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് മൊബൈലിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളത് മേടിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഒന്നുപോലും മറക്കാതെ സാധനങ്ങൾ മേടിക്കും. നമ്മുടെ ജനറലായിട്ടുള്ള കുറച്ച് യൂസുകളാണ് ഞാൻ പറയുന്നത്. നമ്മൾ സ്റ്റുഡൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് എങ്ങനെ യൂസ്ഫുൾ ആവാന്നുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണെങ്കിൽ ബുക്ക് മാർക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളിപ്പോൾ ബുക്കിലൊക്കെ കുട്ടികളൊക്കെ പഠിച്ചു. ഇപ്പോൾ ഒരു പുസ്തകമാണ്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി എടുത്താണ്. ഇപ്പോൾ നമ്മളിങ്ങനെ വായിച്ചപ്പോൾ കുറച്ചൊക്കെ വായിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പഠിക്കുന്ന പുസ്തകങ്ങളാണോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ബുക്സൊക്കെ വായിക്കുകയാണെങ്കിൽ പോലും നമ്മളിത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ കുറച്ച് വായിച്ച് നമ്മൾ ടയേർഡായി കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു പെൻ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അടച്ചു വെച്ചിട്ടു ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പോകണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ ബാക്കിയുള്ളത് പിന്നീട് നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ടാണ് പിന്നെ അടുത്തുള്ളത് വായിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഴയൊരു സംഭവമാണ്. പക്ഷേ ഈ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഗൈസ്. ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ ബുക്ക് ഇതേമാതിരി തന്നെ തുറന്നിട്ട് ഒരു സ്റ്റിക്കി നോട്ട് എടുക്കാം. ഇങ്ങനെ ഒരു സ്റ്റിക്കി നോട്ട് വെച്ചിട്ട് ഇങ്ങനെ കണ്ട ഗൈസ് ഇങ്ങനെ അടച്ചു വയ്ക്കുകയാണെങ്കിൽ കണ്ടത് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ. ഇങ്ങനത്തെ പല മോഡൽ സ്റ്റിക്കി നോട്ട്സ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ മേടിച്ചത് ഇങ്ങനെ സ്ക്വയർ രൂപത്തിലാണ്. ഇങ്ങനത്തെ സ്റ്റിക്കി നോട്ട്സ് ഇട്ടാണെങ്കിൽ ഇതിങ്ങനെ ഫ്ലൂറസൻ കളറും കൂടിയാണ്. ഇതിങ്ങനെ ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇത് കണ്ടോ നമുക്ക് കറക്റ്റ് ഈ പെൻ ഇങ്ങനെ വെക്കണമെന്നൊന്നുമില്ല. കണ്ടോ ഇത് അവിടെ തന്നെ ഇരുന്നോളും. നമുക്ക് കറക്റ്റ് പേജ് നമുക്ക് കിട്ടും. അവിടെ തുടങ്ങി നമുക്ക് വായിച്ച് പോകാനും പറ്റും. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ആഡ് ഓൺ പോയിൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടീച്ചർമാർ പെട്ടെന്നായിരിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പോയിൻറ്റ്സ് ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ പേജ് എടുത്തിട്ട് ഇങ്ങനെ ഒരു സ്റ്റിക്കി നോട്ട്സ് ഇങ്ങനെ എഴുതി വയ്ക്കുക. സ്റ്റിക്കി നോട്ട്സ് ഇപ്പോൾ അടുത്തുള്ള കുട്ടികളുടെ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോർഷൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ നോട്ടിലേക്ക് എഴുതിയിട്ട് ആ കറക്റ്റ് സ്ഥലത്ത് ഇത് പേസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കുട്ടികളുടെ ആ പോയിൻറ്റ്സ് മറന്നു പോകാതെ തന്നെ അവർക്കത് ഫുൾ നോട്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ ആഡ് ഓൺ പോയിൻറ്റ്സ് അതാണ് അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എവറി ചാപ്റ്റർ, ഇപ്പോൾ ഓരോ ചാപ്റ്ററും കഴിയുമ്പോണ്ടല്ലോ നമുക്ക് കുട്ടികൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തൊരു സമ്മറി, ഇങ്ങനത്തെ ഒരു കുഞ്ഞു പേപ്പർ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സമ്മറി ഇങ്ങനെ എഴുതി വയ്ക്കുക. അങ്ങനെ കുഞ്ഞു പേപ്പറിൽ ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ തന്നെ കുറേ പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചിലപ്പോൾ ഒരു അതിൻ്റെ ഒരു കൺസൈസ് രൂപം ഒരു സമ്മറി ആയിട്ട് നമ്മൾ ആ ലാസ്റ്റ് പേജിൽ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് പരീക്ഷയോ ഒരു എക്സാമൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വീക്കിലി നമ്മൾ ഒരു മന്ത്ലിയോ നമ്മൾ നമ്മുടെ റിവിഷൻ പോലെ ചെയ്യുമല്ലോ. അപ്പോൾ ഈ ജസ്റ്റ് ഈ സമ്മറി വായിച്ച് വയ്ക്കാൻ മതി. അപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. മൊത്തം പേജ് വായിച്ച് വെറുതെ നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല. ആ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ടീച്ചർമാർ പഠിപ്പിക്കുമ്പോൾ ആ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. പ്രത്യേകിച്ച് എക്സാംസൊക്കെ വരുമ്പോൾ അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്ക് ബർത്ത്ഡേ കാർഡ്സ് ഒക്കെ ഉണ്ടാക്കി അത് ഞാൻ പറയില്ല ഇതൊക്കെ നല്ല കളർഫുൾ അല്ലേ, എന്ത് രസമല്ലേ കാണാൻ. ഇങ്ങനെ കുഞ്ഞി പല കളറിൽ ഇത് ഇങ്ങനെ ലഭിക്കും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞി ഇങ്ങനത്തെ പല ഷേപ്പിലും കിട്ടും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ സ്ക്വയറായിട്ടാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അല്ലെങ്കിൽ പല ഷേപ്പിൽ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞി പേപ്പറുകൾ വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള ക്രിയേറ്റീവായിട്ടുള്ള ബർത്ത്ഡേ കാർഡ്സ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് അടുത്തൊരു യൂസ് സ്റ്റുഡൻസിന് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് എക്സാം പോയിൻറ്റ്സ്. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ എക്സാമൊക്കെ വരാണ് കുട്ടികളൊക്കെ വലിയ പരീക്ഷകൾക്ക്, അതായത് നീറ്റ് എക്സാം, എൻട്രൻസ് എക്സാം, അങ്ങനെ വലിയ എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പുസ്തകം മുഴുവൻ വായിച്ചു വെക്കണം. ഒത്തിരി പഠിക്കാനുണ്ടാവും ഗൈസ്.
അപ്പോൾ നമുക്കത് മുഴുവൻ ഇങ്ങനെ ഇരുന്ന് നോക്കി പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനത്തെ കുട്ടി കുട്ടി ഇങ്ങനത്തെ പേപ്പറുകളിലൊക്കെയാണ് നമ്മൾ ജസ്റ്റ് പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ച് കുട്ടികൾ പഠിക്കണതിൻ്റെ ബെഡ്റൂമിൻ്റെ സൈഡിലോ ഈവൻ വാഷ്റൂമിലോ അല്ലെങ്കിൽ മിററിൻ്റെ അവിടെയോ ഇവിടെയൊക്കെ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ജസ്റ്റ് നടന്നു പോയിരിക്കും. അപ്പോൾ ജസ്റ്റ് നോക്കും, ഈ പോയിന്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മൈൻഡിലേക്ക് ആ സംഭവം കയറും. അപ്പം അങ്ങനെ ഇത് എക്സാം പോയിൻറ്റ്സ്, ഇപ്പോൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ പല പല കളർ പേപ്പറുകളിൽ, ഫ്ലൂറസെൻ്റ് പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എഴുതി വയ്ക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അത് ഒരു റിവൈസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഒത്തിരി സമയം പാഴാക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് കിച്ചണിലൂടെ പാസ് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ബെഡ്റൂമിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോഴായിരിക്കും ആ മിററിൻ്റെ അവിടെ എഴുതി വെച്ചാൽ ഓക്കെ, അപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക്. അപ്പോൾ നമ്മൾ അത്ര സമയം വേസ്റ്റ് ആക്കുന്നില്ല. പ്രൊജക്റ്റ് നമുക്ക് പറയാം, നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കോളേജിൽ അങ്ങനെയുള്ള വലിയ ഹയർ സ്റ്റഡീസ് ചെയ്യുന്നവർക്കാണ് പ്രോജക്ട്സും അസൈൻമെൻറ്റ്സും ഒക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ അവർക്ക് ഇപ്പോൾ അങ്ങനെയുള്ള പ്രസൻറ്റേഷൻസും അസൈൻമെൻറ്റ്സും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞാൻ തന്നെ ഇന്നത്തെ ദിവസം ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പോയിന്റ്സ് പറയുന്നത് ഞാൻ അങ്ങനെ 1 by 1 ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എനിക്കിനകത്ത് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഇപ്പം ഞാനൊരു പോയിന്റ് മറന്നു പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സ് 1 by 1 എന്താ പറയുന്നുള്ളത് ഇങ്ങനെ ഒരു കുട്ടി പേപ്പറിൽ കുട്ടി സ്റ്റിക്കി നോട്ട്സിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പോയിന്റ് പോലും ഇടാതെ അതിൻ്റെ ഓർഡറിൽ തന്നെ നമുക്ക് നമുക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ വളരെ കൺസൈസ് ആയിട്ട് ഓർഗനൈസ് ആയിട്ട് നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു പോയിന്റ് പോലും നമ്മൾ മറന്നു പോവില്ല. അതാണ് പ്രോജക്ട്സും അസൈൻമെൻറ്റ്സും ഒക്കെ ചെയ്യുമ്പോഴുള്ള ഈ സ്റ്റിക്കി നോട്ട്സിൻ്റെ യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കറക്റ്റ് തിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ നോട്ട്സൊക്കെ എഴുതും. അപ്പോൾ അതൊക്കെ എഴുതി പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ തെറ്റായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യണേ, ഒട്ടാണെങ്കിൽ നോട്ടിൽ ഞാനിപ്പോൾ എന്തെങ്കിലും എഴുതിക്കൊണ്ട് പോകുന്നത് ഇപ്പോൾ തെറ്റി കഴിയുമ്പോൾ നമ്മൾ കരികൂരാന്ന് ഇങ്ങനെ വരച്ച് കളയും. കണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്യും. അതിന് പകരമായിട്ട് ഈ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടെങ്കിൽ ഇത് കണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ കറക്റ്റായിട്ടുള്ള കാര്യം ഇവിടെ എഴുതി വയ്ക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു നീറ്റായിട്ട് നമ്മുടെ ബുക്ക് വളരെ നീറ്റായിട്ട് ഇരിക്കുമെന്ന് മാത്രമല്ല നമുക്കത് കറക്റ്റായിട്ടുള്ള കാര്യം നല്ല വൃത്തിയായിട്ട് നമുക്കത് എഴുതി വെക്കാനും പറ്റും. അതാണ് കറക്റ്റ് തിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് പേജസ് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒത്തിരി കുട്ടികൾക്കാണെങ്കിൽ ഒത്തിരി പഠിക്കാനുണ്ട്. ഏത് ക്ലാസ്സിലാണെങ്കിൽ പോലും ഒത്തിരി പഠിക്കാനുണ്ടാവും. അപ്പോൾ വലിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എക്സാമുകളൊക്കെ വരുമ്പോഴൊക്കെ തന്നെയായിരിക്കും. നമുക്കറിയാം ഇപ്പോൾ ഒരു കെമിസ്ട്രിയോ ഒരു ഫിസിക്സോ എന്തെടുത്താലും ഇപ്പോൾ മാത്സൊക്കെ എടുക്കുകയാണെങ്കിൽ ഇക്വേഷൻസ് ഉണ്ടാവും, പിന്നെ ഡയഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ഹിസ്റ്ററിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഉണ്ടാവും. നമുക്കറിയാം ചില ചാപ്റ്ററുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റിക്കി നോട്ട്സ് വെച്ചിട്ട് ആ പേജുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലപ്പോൾ ചില ഡയഗ്രാംസ് ആയിരിക്കും, ചിലപ്പോൾ ചില ഡേറ്റ്സ്, ഹിസ്റ്ററി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിക്കി നോട്ട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സമയം കളയാതെ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇത്രയൊക്കെയാണ് കുട്ടികൾക്ക് കൂടുതലായിട്ടുള്ള യൂസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് കൺസൈസ് ചെയ്ത് പറയാം. ഞാൻ വീഡിയോ ഒത്തിരി നീട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ജസ്റ്റ് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ ബുക്ക് മാർക്കായിട്ട്, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ വായിച്ച് നമ്മുടെ പഠിച്ച് കുട്ടികൾ ടയേർഡായി അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പെൻ വെച്ചിട്ടായിരിക്കും നമ്മളതൊരു ബുക്ക് മാർക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബുക്ക് ഉള്ളിലേക്ക് ഇരിക്കുക. അതിന് പകരമായിട്ട് ഈ സ്റ്റിക്കി നോട്ട്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെക്കുകയാണെങ്കിൽ അത് നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് തന്നെ പീൽ ഓഫ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മൾ അങ്ങനെ അത്ര ഒരുപാട് പശയുള്ള സംഭവമൊന്നുമല്ല, പെട്ടെന്ന് തന്നെ നമുക്കത് വേസ്റ്റിലേക്ക് കളയുക എന്തെങ്കിലും ചെയ്യാം. അതാണ് ഒന്നാമത്തേത്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ആഡ് ഓൺ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, അതായത് എന്തെങ്കിലുമൊക്കെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് ഒക്കെ വിട്ടു, അപ്പോൾ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ ചിലപ്പോൾ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല, അതിൻ്റെ ഇടയിൽ കുത്തി എഴുതിയാൽ വൃത്തികേടാവുന്ന മാത്രമല്ല സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് എടുത്തിട്ട് നമ്മൾ അതിനകത്ത് സ്റ്റിക്ക് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ നമ്മുടെ പോയിന്റ്സ് ഒന്നും മിസ്സാവില്ല. ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ നമ്മൾ ഒരു സമ്മറി, ഇങ്ങനെ കുട്ടി കുട്ടി സമ്മറികൾ ഈ സ്റ്റിക്കി നോട്ട്സിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്കത് മൊത്തം വായിക്കാതെ തന്നെ നമുക്ക് ജസ്റ്റ് സമ്മറി വയ്ക്കുമ്പോഴേക്കും ഈ ചാപ്റ്ററിൽ ഇതാ പറയണം, നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഗുണം. നെക്സ്റ്റ് ബർത്ത്ഡേ കാർഡ്സ്, നമുക്ക് ക്രിയേറ്റീവായിട്ട് കുട്ടികൾക്കൊക്കെ ബർത്ത്ഡേ കാർഡ്സൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഷീറ്റ് പ്ലെയിൻ പേപ്പറിൽ എടുത്തിട്ട് ഇങ്ങനെ പല പല കളറുകളൊക്കെ ഒട്ടിച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു ക്രിയേറ്റീവായിരിക്കും, ഭയങ്കര സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡ്സ് ആയിരിക്കും അത്. നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പ്രൊജക്റ്റ് പോയിൻറ്റ്സ്, പ്രൊജക്റ്റിലൊക്കെ നമ്മൾ പ്രൊജക്റ്റ് വർക്ക്സും അസൈൻമെൻറ്റ്സും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പറയേണ്ട പോയിൻറ്റ്സൊക്കെ ഇങ്ങനെ ഒരു സ്റ്റിക്കി നോട്ട്സിൽ
എഴുതി വെച്ചിട്ട് നമുക്ക് പോവുകയാണെങ്കിൽ ഒരു പോയിന്റ് പോലും മിസ്സാവാതെ നമ്മൾ ടൈം സേവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കറക്റ്റ് തിങ്സ്, അതായത് ക്ലാസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സിൽ നോട്ട്സൊക്കെ തരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോവാണെങ്കിൽ കാര്യം ഗുരാന്ന് വരയ്ക്കാതെ അപ്പം ചെയ്യാൻ പറ്റില്ല, പിന്നീടായാലും നമ്മൾ അതിൻ്റെ മുകളിൽ സ്റ്റിക്കി നോട്ട്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എഴുതുകയാണെങ്കിൽ നമ്മുടെ ബുക്ക് തന്നെ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അത് നല്ല ക്ലിയർ ആയിട്ട് നമുക്കത് എഴുതി വെക്കാനും പറ്റും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേജസ്, അതായത് ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ്, ഡേറ്റ്സ്, പിന്നെ ചില ചാപ്റ്ററുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പേജസൊക്കെ നമ്മൾ ഈ സ്റ്റിക്കി നോട്ട്സിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ച് നമ്മൾ അടയാളം പോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പെട്ടെന്ന് റിവൈസ് ചെയ്യാനും നമുക്ക് എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കാര്യം ഇത്ര വലിയ സംഭവമൊന്നും അല്ലാതെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, പക്ഷേ ഇതൊരു കുട്ടി സംഭവമാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? ഇപ്പോൾ ഒത്തിരി യൂസ് ഉണ്ടെന്ന്. അന്നത് ഭയങ്കര ചീപ്പാണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് യൂസ് ചെയ്തിട്ട് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ, വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ്സ് രേഖപ്പെടുത്തുക. എന്നാലാണ് ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.